ഹായ് ഫ്രണ്ട്സ്. അപ്പം ഇയാളെത്ര ഫെയിം അല്ലെങ്കിലും ഇയാളുടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. എഴുന്നേറ്റാ അവനെ അനുസരണകളാണ്. ഇയാളുടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, നല്ല ഫേമസ് ആയിരുന്നു. ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോയ്ക്കകത്ത് ആദ്യത്തിലൊക്കെയാണെന്ന് തോന്നുന്നു ഒരു ദിലീപേട്ടൻ്റെ ഒരു വലിയൊരു പോത്ത്. അപ്പം പുള്ളി വളർത്തിക്കൊണ്ടിരിക്കുന്ന വേറൊരു പോത്തായത്. ഇതെങ്ങാണ്ട് പുള്ളിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. പക്ഷേ പുള്ളിക്കൊരു ഭാഗ്യമുണ്ട്. ഭാഗ്യമുണ്ടാകുന്ന പുള്ളിയുടെ കഴിവുകൊണ്ടാണെന്ന് അറിയത്തില്ല. പുള്ളി നോക്കിയെടുത്ത പോത്താണ്. ഇങ്ങനെയും പഞ്ചായത്ത് പോത്തുകളെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5-6 മാസമായെന്ന് തോന്നുന്നു പുള്ളി നോക്കാൻ തുടങ്ങിയിട്ട്. പുള്ളിക്ക് പിന്നെ ഇതിൻ്റെ ഈ ടെക്നിക്കൊക്കെ അറിയാവേ, എങ്ങനെയാണ് നോക്കേണ്ടതെന്നും മറ്റവനെയൊക്കെ നോക്കി ശീലമുള്ളതുകൊണ്ട് കണ്ട നല്ല കിടാവ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ പണ്ട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഫേമസ് ആയിട്ടെന്ന് പറഞ്ഞു. ഇതിപ്പോൾ നമ്മുടെ കിച്ചൻ്റെ അടുത്ത് നിന്നപ്പം പുള്ളിയുടെ പെർമിഷൻ ഇല്ലാതെ ഞാൻ എടുക്കുവാണ്. അപ്പോൾ ഇവനെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു പഞ്ചായത്ത് പോത്താണെന്ന് തോന്നത്തോലുമില്ല. ഇങ്ങനെയുള്ള പോത്തുകളെയും പഞ്ചായത്തിൽ നിന്ന് കിട്ടിയവരുണ്ട്. ടാഗ കിടക്കുന്നുണ്ട പഞ്ചായത്ത് പോത്ത് തന്നെ. ഇപ്പം വേറെ പോത്തിനെ ഞാൻ കാണിച്ചിട്ട് പഞ്ചായത്ത് പോത്താന്ന് പറഞ്ഞെന്ന് പറയില്ല. അപ്പം പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ പോത്തുകളും അങ്ങനെ മോശമൊന്നുമല്ല, നമ്മുടെ ലക്കാണ്. പിന്നെ നമുക്ക് അതന്നെ ലക്ക് തന്നെ. അവിടെ നമുക്ക് ചൂസ് ചെയ്യാനൊന്നും വലിയ അവസരങ്ങളൊന്നും കിട്ടത്തില്ല. അവർ പിടിച്ചു തരുന്നു, നമ്മൾ കൊണ്ടുപോകുന്നു. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ ഒരു ലക്കിയായിട്ട് കിട്ടി. പുള്ളി പറഞ്ഞ് ഇതിൻ്റെയൊക്കെ പറഞ്ഞ് ആ ലോഡ് വന്ന മിക്ക പോത്തുകുട്ടികളും നല്ലതായിരുന്നെന്ന് പറഞ്ഞു. അപ്പം മേ ബി അപ്പോൾ വന്ന ലോഡുകളെല്ലാം ആ ലോഡിനകത്ത പോത്തുകളെല്ലാം നല്ലതായതുകൊണ്ട് പുള്ളിക്ക് നല്ല പോത്തിനെ കിട്ടി. കണ്ടോ പോത്തിനെ കണ്ടോ? ഇതൊരു പഞ്ചായത്ത് കുട്ടി. അപ്പോൾ ഓക്കെ.